എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്നോ ഫോള് ഡയറക്റ്റ് എൻ്റെ ദേഹത്ത് വീഴുന്നത് കയ്യിൽ വീഴുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇതിൽ ഓരോ സ്ഥലത്തൂടെ പോകുമ്പോൾ എന്തോ ഹിസ്റ്റോറിക്കൽ വോൾസും ഭയങ്കര രസമാണ് കാണുന്നത്. പഴയ അതുപോലെ തന്നെ പഴമയായിട്ട് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഓരോ മരങ്ങളുടെ മുകളിൽ മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് പിടിച്ച് കുലിക്കാൽ തന്നെ മഞ്ഞ് അവിടെ ദേഹത്തോട്ട് വീഴും. അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി അധികം വലിയ വലിയ ടാങ്കുകൾക്കകത്താണ് ഇവർ ഈ വൈൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ആ ഗൈഡെല്ലാം ഓരോന്നും ഓരോ ടേസ്റ്റാണ്, ഓരോ രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ്. ഓരോന്നിനും ഓരോ പഴക്കങ്ങളുണ്ട്. അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടെ ചെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഇന്ന് ജോർജിയയിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നിങ്ങൾ റോഡിൽ കണ്ടാൽ മനസ്സിലാവും ശരിക്കും സ്നോ ആണ്. നിങ്ങൾ സ്നോഫോൾ ആണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്നോഫോൾ കാണുന്നത്. സ്നോൾ ഒത്തിരി ഏരിയയിൽ പോയെങ്കിലും ജോർജിയയിൽ വന്നിട്ട് സ്നോഫോൾ കിട്ടാത്ത ഭയങ്കര വിഷമിച്ചിരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് എനിക്ക് സ്നോഫോൾ കിട്ടും. അതേ നമ്മളിപ്പോൾ ഓൾഡ് കക്കേത്തി വൈൻ ഹൗസ് അല്ലെ വൈൻ ടേസ്റ്റിംഗ് അല്ലെ വൈൻ ഫാക്ടറി എന്നൊക്കെ പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലത്താണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്നോ ഫോള് ഡയറക്റ്റ് എൻ്റെ ദേഹത്ത് വീഴുന്നത് കയ്യിൽ വീഴുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞത് 8,000 മുകളിൽ ജോർജിയയിൽ വൈൻ മേക്കിങ്ങിൻ്റെ പാരമ്പര്യമുള്ളതാണ്. നമ്മൾ അതിൻ്റെ മെയിൻ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലെ ഡെയിലി ഒരു ഭാഗമാണ് വൈൻ കുടിക്കുക. വൈൻ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ ഒരു പറയും കാണാൻ പറ്റും. ഒത്തിരി വൈൻ ബോട്ടിൽസൊക്കെ അവിടെ സെല്ലിങ്ങിനുണ്ട്. ഞാൻ ലൈഫിൽ ഇതൊരു വൈൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആളല്ല. ഇവിടെ അകത്ത് നമ്മൾ കാണാൻ പറ്റും. ഞങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ആൻഡ് ഡെക്കറേഷൻ എല്ലാം നമ്മുടെ ഗൈഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഗൈഡ് വന്നിട്ട് വേണം. ഗൈഡ് നമ്മൾ നേരെ വൈൻ ഫാക്ടറിയിലോട്ട് കൊണ്ടും. തൊട്ടപ്പുറത്ത് വലിയ ഫാക്ടറിയാണ്. KTWൻ്റെ ആണ് ഈ പറഞ്ഞ വൈൻ ടേസ്റ്റിംഗ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ. വൈൻ ടേസ്റ്റിംഗ് ഫാക്ടറി അല്ല, വൈൻ ഫാക്ടറിയാണ്. ഈ വലിയ ബോട്ടിലിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ ഗൈഡ് വന്നു. ഗൈഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് നമ്മളവിടെ കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും ചെറിയ ഗ്ലാസ് തരും. വൈൻ കുടിക്കേണ്ടവർക്ക് മാത്രം കുടിക്കാം. കുടിക്കേണ്ടവർക്ക് അവർ നിർബന്ധിക്കത്തൊന്നുമില്ല. വേണേൽ കുടിച്ചാൽ മതി. സ്നോ എൻ്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷയില്ല. ഈ ഒരു സമയത്ത് സ്നോ ഒന്നും അങ്ങനെ വീഴുന്നതല്ല. എന്തോ ഭാഗ്യം ഇന്നലെ രാത്രിയിൽ മഴ പെയ്തുകൊണ്ട് സ്നോ ഒക്കെ കിട്ടി നമുക്ക്. അങ്ങനെ നോക്കി കാണാൻ പറ്റും ആയിരക്കണക്കിന് ബോട്ടിൽസാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ജോർജിയയിലോട്ട് മാത്രമേ സപ്ലൈ ഉള്ളൂ. പുറം രാജ്യത്തോട്ട് കൊണ്ടുപോകത്തില്ല. അതാണ് എല്ലാവരും ഇവിടെ വന്ന് തന്നെ പലരും ജോർജിയ വരുന്നത് തന്നെ ഇവിടെ വൈൻ ടേസ്റ്റിങ്ങിന് തന്നെയാണ്. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി അധികം വലിയ വലിയ ടാങ്കുകൾക്കകത്താണ് ഇവർ ഈ വൈൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ആ ഗൈഡെല്ലാം ഓരോന്നും ഓരോ ടേസ്റ്റാണ്, ഓരോ രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ്. ഓരോന്നിനും ഓരോ പഴക്കങ്ങളുണ്ട്. അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടെ ചെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഒത്തിരി ലാർജ് ബാരൽസ് ആൻഡ് ടാങ്ക്സുകളാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൈന് പല നിറത്തിലുള്ളത്, പല ഇയേഴ്സ് പഴക്കമുള്ളത്, ഏറ്റവും വില കൂടിയത് എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ ടേസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവർ കണ്ടോ, അതൊരു വൈനാണ്. ശരിക്കും അതിന് വൈൻ്റെ കളറല്ലല്ലോ. അതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരും. എന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എനിക്ക് ഒരു ബാരൽ തുറന്നപ്പോൾ അതിൻ്റെ അകത്തെ ഒരു സീൻ, ഇത് ഓൾമോസ്റ്റ് തീരാറായത്. ഒന്ന് ആലോചിക്കും, ഇതിൻ്റെ അങ്ങ് മുകളിൽ വരെയാണ്. ഇതെല്ലാം ഫ്രീ ആട്ടോ. ഓരോന്നിനും നമ്പറുണ്ട്. 46 അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെ 45 എന്നൊക്കെ പറഞ്ഞ് നമ്പേഴ്സുണ്ട്. അങ്ങനെ ഓരോ നമ്പേഴ്സിലുള്ള മഞ്ഞായതുകൊണ്ട് എല്ലാത്തിൻ്റെ അകത്ത് ഇതുപോലെ ഐസ് പിടിച്ചിരിക്കുന്നതുണ്ടോ. ഈ ഒരു ക്ലൈമറ്റിൻ്റെ കൂടെ കാരണം കൊണ്ടാണ് ഈ വൈൻ ഇത്രയും ടേസ്റ്റിയർ ആവുന്നത് എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള സിഗ്നാഗിയിലോട്ടാണ്. സിഗ്നാഗി ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. മഞ്ഞൊക്കെ മൂടി എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ഫുഡും ഒക്കെ അടിപൊളി. നിങ്ങൾ അവിടെ പോയി ജോർജിയൻ ഫുഡ് മാത്രം കഴിക്കണമെന്ന് ഞാൻ പറയും. അടിപൊളി ഫുഡാണ്, മസ്റ്റ് ട്രൈ ആണ്. ആദ്യം നമ്മൾ പോകുന്നത് ഒരു ചർച്ചിലോട്ടാണ്. ബോഡ്ബേ മൊനാസ്ട്രി എന്ന് പറഞ്ഞാണ് ആ ചർച്ചിൻ്റെ പേര്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഒരു വുമൺ, ഞാൻ പറഞ്ഞു ജോർജിയയിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന ഒരു വുമണാണ്, സെയിൻറ്റ് നിനോ. ആ വുമണെ ശവസംസ്കരിച്ച സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പോകാൻ പോകുന്ന ചർച്ചസ്. ഈ പറഞ്ഞ സിഗ്നാഗിയുടെ റൂട്ട് നോക്കി ഭയങ്കര ഫോഗിയും സ്നോ റോഡ്സൊക്കെ ഉള്ള അടിപൊളി വഴിയായിരുന്നു. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജോർജിയയിലെ 4th സെഞ്ച്വറിയിലാണ് സെയിൻറ്റ് നിനോയെ അവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. ആ ഒരു ഇയറിൽ അവരെല്ലാം ക്രിസ്ത്യൻ മിനിസ്ട്രിയൊക്കെ ചെന്ന് ആലോചിക്കും. ഒരു സ്ത്രീയാണ് അവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. എത്രമാത്രം സെയിൻറ്റ് നിനോയെ അവരെത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആ ഒരു പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ ഇമ്പോർട്ടൻസ് ആണ് ജോർജിയക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മഞ്ഞ് മൂടിയോണ്ട് ഒരു ഭയങ്കര ഭംഗി. ആ ദൂരെ കാണുന്നതാണ് ചർച്ച. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തണുപ്പല്ല. ജോർജിയയിൽ ഡിസംബർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ
ചെയ്തിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. ഐസ് പോലെ ആവും കൈയും കാലും, കാരണം അതുപോലെ മഞ്ഞല്ലേ. ഇവിടെ വന്ന് നിങ്ങൾക്ക് 100 കണക്കിന് 1000 ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പാടാം, 2 പേരെ, ഞാൻ എൻ്റെ സിസ്റ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഒത്തിരി എടുക്കാൻ പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ക്യാപ്ചർ ചെയ്താൽ ഒന്നും മനസ്സിലാകത്തില്ല എത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ്. അത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ജോർജിയ എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ജോർജിയ. അങ്ങനെ നമ്മൾ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും, നല്ല രസമാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരോ ചെറിയ ബിൽഡിങ്സായിട്ട് അവർ ആ ഒരു ആർക്കിടെക്ട് കണ്ടോ, ഓരോ രീതിയിൽ അവർ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് ആ ഓരോ ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പണിയാണ്. ഇനിയും റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഓരോ മരങ്ങളുടെ മുകളിൽ മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് പിടിച്ച് കുലിക്കാൽ തന്നെ മഞ്ഞ് അവിടെ ദേഹത്തോട്ട് വീഴും. അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളേതായാലും പള്ളിക്ക് അകത്തോട്ട് കയറിയില്ല, ആ സമയത്ത് എന്തോ പള്ളി മെയിൻ്റെനൻസ് ആയിരുന്നു തോന്നുന്നു, ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളെല്ലാം പള്ളിയുടെ സൈഡിലൂടെ പുറകോട്ട് പോയാൽ അടിപൊളി വ്യൂസ് ഉണ്ട് കാണാൻ. നല്ല വിഷ്വലാണ് കാണാൻ, നമുക്ക് വിഷ്വൽ പ്രസൻസ് നമുക്ക് കിട്ടും. നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉള്ള സ്ഥലം ഇനിയും കാണാൻ പോകുന്നേ ഉള്ളൂ. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുക. ഇഷ്ടംപോലെ ടൂറിസ്റ്റും ഉള്ള സമയം, നല്ല ക്ലൈമറ്റ്, എല്ലാം കൊണ്ട് അടിപൊളി. ഒരു നല്ല ചൂട് കാപ്പി കിട്ടുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായതിനെ. പക്ഷെ നമുക്ക് ആ സമയത്തില്ലായിരുന്നു. ഇവിടെ കണ്ടോ ഹോളി സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ, അവിടെ ഹോളി സ്പ്രിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്, നമ്മളത് പോയില്ല. അതിന് ഹീലിംഗ് പവർ ഉണ്ടെന്നാണ് അവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. നമുക്കത് അറിയത്തില്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനും പോയില്ലായിരുന്നു, കാരണം ആ സമയത്ത് തണുത്തിരിക്കുമല്ല. അപ്പം അങ്ങനെയാണ് അതിനെപ്പറ്റി കണ്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. നമ്മളേലും താഴെ പോയി അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സ്ഥലമൊക്കെ. നമ്മളിപ്പം കാണുന്നത് സിഗ്നാഗിയിലോട്ട് മെയിൻ ടൗണിലോട്ട് പോകുമ്പോൾ കണ്ടതാണ് ഒരു സിപ്പ് ലൈൻ എക്സ്പീരിയൻസ്. അവിടുന്ന് സിപ്പ് ലൈൻ ആ മെയിൻ സിഗ്നാഗി ടൗണിലോട്ട് ഇവിടുന്ന് സിപ്പ് ലൈനിലൂടെ ടൗണിലെത്താൻ പറ്റും. അങ്ങനെ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സിഗ്നാഗിയിലെത്തി, അവിടെ നിന്നായിരുന്നു നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു വാനിൽ സിഗ്നാഗി ടൂർ പോലെ, സിഗ്നാഗി ടൂറാണ്. ഇനി സിഗ്നാഗി ടൂർ ഈ വാനിലാണ്, ഒരു അപ്പച്ചനാണ് ഓടിക്കുന്നത്. അപ്പച്ചൻ നമ്മളെ പല സ്ഥലത്തായിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. നമ്മൾ ഈ സിഗ്നാഗി ടൗണിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വണ്ടി എടുക്കാൻ ഞാൻ പറയുമെന്ന് വെച്ചാൽ പറയത്തില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ടാക്സി എടുത്ത് പോകാമെങ്കിൽ പൊക്കോ. പക്ഷേ ഇവർ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ ഇതിൽ ഓരോ സ്ഥലത്തൂടെ പോകുമ്പോൾ എന്തോ ഹിസ്റ്റോറിക്കൽ വാൾസും ഭയങ്കര രസമാണ് കാണുന്നത്. പഴയ അതുപോലെ തന്നെ പഴമയായിട്ട് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിനൊരു പുതുമയുണ്ട്, എല്ലാ ദിവസവും അത് കണ്ടാലും മടുക്കത്തില്ലെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം സിഗ്നാഗി വാൾ ഗേറ്റ് ആണ്. ഈ സിഗ്നാഗി വാൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വാൾ ഗേറ്റ് 18th സെഞ്ച്വറിയിൽ നമ്മുടെ കിങ് എർക്ലി എന്നാണ് ഞാൻ കണ്ടത്. അതായത് ഇൻവേഷനിൽ നിന്ന് ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്തതാണ്. ഇത് ഏകദേശം ഒത്തിരി കിലോമീറ്റേഴ്സ്, ഒരു വരുന്ന 8 കിലോമീറ്റർ 7 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കിലോമീറ്റേഴ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ് മലകളിലൂടെയൊക്കെ. ഈ ചൈന വൻമതിൽ പോലത്തെ ഒരു മിനിയേച്ചർ പോലെ. അപ്പോൾ അതിലൂടെ നമുക്ക് നടക്കുകയും ഒക്കെ ചെയ്യാം. അതിൻ്റെ അകത്തൂടെ കയറാനുള്ള ഒത്തിരി ഏരിയാസൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കയറിയായിരുന്നു, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതെല്ലാം. നോക്കി ഇവിടെ നിന്നൊരു വലിയ വ്യൂ തന്നെ കാണാൻ പറ്റും ആ ടൗണിൻ്റെയും. അതുകൊണ്ട് നമ്മളൊരു ഹയർ ഏരിയ തന്നെയാണ്. അതിനുശേഷം പുള്ളി നമ്മളെ ഇനിയും സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഒത്തിരി ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ടിലോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ജോർജിയയിൽ മസ്റ്റായിട്ടും വരണം. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ടൈമിൽ നിങ്ങൾ ഉള്ള സമയത്ത് എന്താണെങ്കിലും കൺഫേം ആയിട്ട് ജോർജിയ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം. കിൻകാലി കച്ചാപ്പൂരി ട്രൈ ചെയ്യണം. അവിടുത്തെ ബീഫ് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യണം. ബീഫ് മന്തി ട്രൈ ചെയ്യണം. ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്കത്ര ഒരു പ്രാക്ടീസ് ഇല്ല. ഏതായാലും ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇനി ഞാൻ 2 ദിവസം ജോർജിയ നിൽക്കുന്നത്. ജസ്റ്റ് ഞാൻ ചുമ്മാ റെസ്റ്റ് എടുക്കാനും ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി മാത്രമാണ് ജോർജിയ നിന്നത്. ടൂർ ഇതോടെ കഴിഞ്ഞു. നല്ല റോഡ്, ഫോഗി റോഡ്സ് ഒക്കെ ആയിരുന്നു. സംഭവം അടിപൊളി ജേണി ആയിരുന്നു. പിന്നെ അടുത്ത മലേഷ്യൻ വ്ലോഗിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു.